റെഡി ആയിക്കും. ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ഭുവന ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ഭുവന ബ്രഹ്മമയം. യമലോകം ഗച്ഛാമി. യമക യമക ബജാ യമക. ഇദ്ദേഹം ആനങ്കോട് ആസനത്തിലെ ആനങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. വൈകല്യാനന്ദയോ? എന്താ ചട്ടനാണോ? ചട്ടനല്ല, പൊട്ടന. ഇത് നമ്മുടെ ശിഷ്യ സ്വാമി മൃത്യുഞ്ജയ. ഇത് നമ്മുടെ ശിഷ്യൻ സ്വാമി വക്രാനന്ദ. പ്രാണി. നാം അങ്ങനെ എല്ലായിടത്തും ആസനസ്ഥനാകാറില്ല. എങ്കിലും ഈ ഗ്രഹത്തോട് ഒരു സാമീപ്യം തോന്നുന്നു. അനുഗ്രഹായതമാകും. ആശ്രമത്തിലെ അന്തേവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി, ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ആശ്രമം ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കായി സംഭാവന പിരിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞേ. ഡൊണേഷൻ ഡൊണേഷൻ. അയ്യോ, അതിന് മഠാധിപതി എന്നെ നേരിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവായതുകൊണ്ട് സ്വാമിജി നേരിട്ട് ഹാജരായതാണ് മളകെ. മകളെ, രസീത് കുറ്റിയില്ലാത്ത പിരിവായതുകൊണ്ടാണ് നാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പൈസ ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ സ്വാമി. മോൻ വന്നാലേ പറ്റൂ. മകൻ ഇപ്പോഴെങ്ങാനും മന്നിത്തുവിട് സ്വാമി. അതെ, പോലീസ് ജോലിയാവുമ്പോ എപ്പോഴാ വരിക എന്ന് എങ്ങനാ പറയാൻ പറ്റുക? അതിന് മകന് പോലീസിലെ ജോലിയെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ബോധക്ഷയം ലഭിച്ചവർക്ക് എന്താണ് അറിയാൻ കഴിയാത്തത് മകളെ? മകനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താ പോലീസ് ഇടപെടേണ്ട വിധത്തിൽ സ്വാമിയുടെ മഠത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആരെങ്കിലും മഠം പിടിച്ചെടുത്തോ? ഏയ്, അവിടെ സ്വാമി മാത്രമുള്ള ആസാമിയായിട്ട്. എന്താ പ്രശ്നം? ഒരു അപകട സൂചന. അപകട സൂചനയോ? അതെ, അകാരണമായി എന്റെ ശിഷ്യൻ അയ്യോ എന്ന് വിളിച്ചുവെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഈ വീട്ടിൽ ഒരു അപകടം നടക്കാൻ പോകുന്നു. എന്തപകടം? മകന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ആലോചന നടക്കുന്നു. ഇപ്പൊ നടക്കുന്ന ഈ ആലോചനയാണ് അപകടം. അഹം ബ്രഹ്മാസ്മി. അപകടം ബ്രഹ്മാവിന് ഉണ്ടാകുന്നാണല്ലോ ശാസ്ത്രം. ഇപ്പൊ നടക്കുന്ന ആലോചനയിൽ എന്ത് അപകടമാ സ്വാമി? നീച ജാതകമാണ് ആ കുട്ടിയുടേത്. ഈ വിവാഹം നടക്കാൻ അവർ വേറൊരു ജാതകം കാട്ടിയെന്നും വരാം. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, കഴിഞ്ഞ വെള്ളി ശനി, ശനിയുടെ അപഹാരം. ഈ വിവാഹം നടന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ അപകടത്തിലാവും. ശൂന്യം ശൂന്യം. പറയാൻ മറന്നുപോയി, വട്ടപൂജ്യം. വട്ടപൂജ്യം. സ്വാമി, പരിഹാരം എന്തെങ്കിലും? കുസുമേ കുസുമോൽപത്തി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. അതെന്നെ പരിഹാരം. നാം ഇറങ്ങുന്നു. അയ്യോ, ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലെന്ന് പറഞ്ഞ ജയൻ എന്നെ വഴക്ക് പറയും. സാരമില്ല മളകെ, നിങ്ങളുടെ മകൻ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വെള്ളം കുടിപ്പിച്ചിട്ട് വിടാറുള്ളൂ. വരട്ടെ. മാതരം കടച്ചേട്ടാ, 50 ഗ്രാം മുട്ടയും 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കടച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കിതാ. പിന്നെ മുട്ട താറാവന്നെ വേണേ, കോഴി വേണ്ട. അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. 2 രാധാ സോപ്പേ. ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി. 19.95. ഇതെന്താ ബാറ്റ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ? ചേട്ടനെന്താ ബാറ്റ കമ്പനി റിട്ടയർഡ് ചെയ്ത് വന്നാ? അല്ല, കരോണായിന്നാ. ചുമ്മാതല്ല, വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ, ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട. ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. എവിടെ നോക്കട്ടെ. നനവില്ലാത്ത കാരണം വെള്ളം കുറവാ. കണ്ട, ഇത് ഞാൻ രാവിലെ ഒരു ബാർബറുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. ക്ലീൻ ഷേവാ. ആട്ടെ, എത്ര രൂപ വേണം? അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടൻ, ഞാൻ സത്യക്രിസ്ത്യാനിയാ. ചേട്ടന്റെ സാധനം ചേട്ടൻ തരുന്ന വില. 5 രൂപയോ? ചേട്ടാ ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ. ഈ ലോകത്ത് ഓട്ടം ഇല്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം. കണ്ട, ആ ചന്ദ്രത്തിന്റെ എന്താ വില? അത് 4.50. 2.5 വീട്ടിൽ കത്തിച്ചേ കേട്ടാ. ചാണ്ടി വണ്ടി കയറി സ്റ്റേഷൻ വരെ ഒന്ന് പോണം. പുതിയ SIക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. പുതിയ SI ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു. പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ.
സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേഗം വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചെടുക്കാരും പൊക്കണമെന്നാണ് ഓർഡർ. സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇച്ചിക്കര തങ്കുനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് പോയ റെസ്റ്റ് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ആ. ഇത് വീട്ടിൽ കൊടുത്തേച്ച് വേഗം വാ. ശരി, ഞാൻ പോയിരാം. സാറേ വേണ്ടില്ലായിരുന്നു. ശരി.